എണ്ണയില്ലാതെ നമുക്ക് പപ്പടം വറുത്താലോ? ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, എണ്ണയില്ലാതെ പപ്പടം വറുത്തെടുക്കുന്നത്. അത് നമ്മൾ ഉപ്പ് പൊടിയിലിട്ടായിരുന്നു പപ്പടം വറുത്തെടുത്തത്. അതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലൊരു മെത്തേഡായിട്ട് എനിക്കിത് തോന്നി. ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, പക്ഷെ വളരെ വിജയിച്ചു, നല്ലതാണ്. അത് നമ്മൾക്കിപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്താലേ നമ്മൾക്ക് ടേസ്റ്റ് ഉള്ളൂ അല്ലേ? അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വിലയും കൂടുതലാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ, ഡയറ്റൊക്കെ നോക്കുന്നവർ കണ്ടോ, നല്ല മോരും വരാനിരിക്കുന്ന കണ്ടോ, അങ്ങനെയൊക്കെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ എണ്ണയില്ലാതെ പപ്പടം വറുത്തെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം പപ്പടമൊക്കെ കഴിക്കുവാനായിട്ട് കൊതിയുള്ളവർക്ക്, ഇപ്പം കൊളസ്ട്രോളാണ്, അല്ലെങ്കിൽ ഷുഗറാണ്, അല്ലെങ്കിൽ ഡയറ്റ് നോക്കുന്നുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു മെത്തേഡാണിത്. പപ്പടം കഴിക്കുകയും ചെയ്യാം, എന്നാൽ നമ്മുടെ ഹെൽത്തിന് ദോഷമില്ലാതെ നമ്മൾക്ക് എങ്ങനെ പപ്പടം കഴിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് നല്ലൊരു മെത്തേഡാണ്. ഇതിനായിട്ട് ഞാൻ പപ്പടം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ മുഴുവൻ പപ്പടം വേണമെങ്കിൽ ഇതുപോലെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി വറുത്തെടുക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് പപ്പടം ചെറുതായി നുറുക്കിയെടുക്കുകയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ ഒരു മെത്തേഡാണല്ലോ നല്ലത്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. അതുപോലെ തന്നെ നമ്മൾക്ക് മുറിക്കാതെയും നമ്മൾക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് പേടിക്കാതെ, നമ്മൾക്ക് ഒട്ടും എണ്ണയില്ലാതെ നമ്മൾക്ക് ഇതുപോലെ വറുത്തെടുക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നുറുക്കിയെടുത്ത് ഒന്നിലൊന്ന് തൊടാതെ നമുക്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്തിടണം, അല്ലെങ്കിൽ അതെല്ലാം മൊരിഞ്ഞ് കിട്ടത്തില്ല. നമ്മൾ എണ്ണയില്ലാതെയാണല്ലോ വറുക്കണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഇതുപോലെ ഞാൻ നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ഇങ്ങനെ അതിൻ്റെ ആ ചൂട് കൊണ്ടാണല്ലോ നമുക്ക് വറുത്തുക. അതുകൊണ്ട് തന്നെ ഒന്നിനൊന്ന് തൊടാതെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ട് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഒന്നിൻ്റെ മേളിൽ ഒന്ന് വരാത്ത വിധത്തിൽ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളുടെ പാന് നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പം നല്ല ചൂടുണ്ട്, കൈ പൊള്ളാതെ ഇട്ട് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ അതിനകത്ത് കൊമളകൾ വന്നു കഴിഞ്ഞു. നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ കൊമളച്ച് വരുന്നത് പോലെ തന്നെ ഈ ഒരു രീതിയിൽ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കൊമളകളൊക്കെ വന്നു കഴിഞ്ഞു. എന്നാൽ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം, നല്ലൊരു മെത്തേഡാണ് ഇത്. നമ്മൾക്ക് ഇനിയിപ്പം നമ്മൾക്ക് പേടിക്കാതെ നമ്മൾക്ക് കറിയൊന്നും ഇല്ലാത്ത അവസരത്തിൽ, അല്ലെങ്കിൽ കറികളുടെ കൂട്ടത്തിൽ തന്നെ ചോറിന് ഒരു പപ്പടം കൂട്ടണമെന്നൊരു വിചാരം വന്നാൽ, അല്ലെങ്കിൽ ഒരു ചിന്ത വന്നാൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം വന്നാൽ നമ്മൾക്ക് ഇതുപോലെ വറുത്ത് നമ്മളുടെ കുട്ടികൾക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം, പ്രായമായവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ എണ്ണയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എണ്ണയില്ലാതെ വളരെ ടേസ്റ്റിൽ നമ്മൾക്ക് ഇതുപോലെ വറുത്തെടുക്കാം. കണ്ടോ, അപ്പോൾ ആദ്യം ഞാൻ ഇട്ടതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിതുപോലെയൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് വശവും ഒന്ന് നന്നായിട്ട് പൊള്ളിച്ച് എടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇപ്പം പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടിയൊക്കെ ഞാൻ കുറേശ്ശെയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഇട്ടതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. കൂടുതൽ നേരം ഇടണ്ട, കൂടുതൽ നേരം ഇട്ടാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ മറിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അത് പതുക്കെ നന്നായിട്ട് കൊമളയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് കൊമളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാ പപ്പടവും നല്ല പൊട്ടി വന്നിട്ടുണ്ട്, നന്നായിട്ട് കൊമളച്ച് നല്ല വീർത്ത് നമ്മളുടെ എണ്ണയിൽ നമ്മൾ വറുക്കുന്നത് പോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റാം. വീണ്ടും നമ്മൾക്ക് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചുകൊണ്ട് ബാക്കിയുള്ള പപ്പടം കൂടി ഇതുപോലെ തന്നെ ഒന്നിന്മേൽ ഒന്ന് തൊടാത്ത വിധത്തിൽ നമുക്കിട്ട് കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾക്ക് ആദ്യമേ വറുത്തതിൻ്റെ ആ പൊടിയൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് തുടച്ച് കളയാം. പൊടി ഇരുന്നാൽ അടുത്ത പപ്പടത്തേലും അത് കയറി പിടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ തുടച്ച് കളഞ്ഞു ഒരു കോട്ടൺ തുണി കൊണ്ട്.
അതിനുശേഷം നമ്മൾക്ക് വീണ്ടും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നിരത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചോറ് നമ്മൾ ചോറ് കഴിക്കാനായിട്ട് വിളമ്പുന്ന നേരത്തെ നമുക്കിതുപോലെ പെട്ടെന്ന് ചൂടോടെ ഉണ്ടാക്കി കഴിക്കുവാനായിട്ട് സാധിക്കും. അതുതന്നെയല്ല, നമുക്കിതുപോലെ വറുത്ത് നമ്മൾക്ക് ഒരു കുപ്പിയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമ്മൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. എണ്ണയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ചീത്തയായി പോകത്തുമില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കർമുറ ഒക്കെ ചോദിക്കുമ്പോഴേ നമുക്കിത് എടുത്തു കൊടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഏതെല്ലാം എണ്ണകളിൽ അത് തന്നെ ഉപയോഗിച്ച എണ്ണയിൽ തന്നെ പിന്നെയും വറുത്ത ബേക്കറി സാധനങ്ങളാണല്ലോ. കഴിവതും ഉപേക്ഷിച്ചിട്ട് ഇതുപോലെയൊക്കെ നമ്മളുടെ കുട്ടികളെ നമുക്ക് കർമുറയൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പേടിക്കുകയും വേണ്ട. അതുപോലെ തന്നെ അവർക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് ചോറിനുമൊക്കെ കൂട്ടുവാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തോരം പപ്പടം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് പെട്ടെന്ന് ഞൊടിയിടയിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, നമ്മൾക്ക് ഇതിങ്ങനെ പെട്ടെന്ന് വറുത്തെടുക്കുവാനായിട്ട് സാധിക്കും. നല്ല ചൂടുണ്ടായാൽ മാത്രം മതി. നമ്മളുടെ പാനിന് പെട്ടെന്ന് തന്നെ അതെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ എല്ലാം ഞാൻ വറുത്തെടുത്തു. നമ്മൾക്ക് ഇതുപോലെ മുറിക്കാതെയും വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. ഒച്ച കേട്ടോ നിങ്ങൾ? ഇത് നല്ല മൊരാന്നിരിക്കുന്ന പപ്പടമാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ വറുത്ത് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടോ? ഒടിച്ചപ്പോഴേ മൊരാന്ന് നമ്മൾ എണ്ണയിൽ വറുക്കുന്ന ആ പപ്പടം ഇതിൻ്റെ സൗണ്ട് തന്നെയാണ്.